ഹലോ ഹലോ. അബ്ദുള്ള പൂവായിട്ട് നിൽക്കുന്നതാണോ ഞാൻ പൂവായിട്ട് നിൽക്കണമെന്നാണോ പറഞ്ഞത്? കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഇവൻ ഏത് രാജ്യത്താണ് ഇന്റർനാഷണൽ കോൾ വിളിച്ചത്? അവനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഒരു മാരേജുമായി ബന്ധപ്പെട്ട് വൺ മിസ്റ്റർ KT മാത്യുവിടെ റൂം എടുത്തിട്ടുണ്ടോ? കയ്യിൽ പോവുക. ഇയാളാവൂ അബ്ദുള്ള. ഞമണിയുടെ ഫ്രണ്ട് മാലൻ്റെലുണ്ട്. ഞമണിയുടെ ഫ്രണ്ട് മാലൻ്റെലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമം തോന്നില്ല. വിലപേശൽ നടക്കില്ല. ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സാ? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചോണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്റെയിലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും. ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പോഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 20,000 അഡ്വാൻസ് തന്നാ മതി. ബാക്കി കൈമാറ്റം നടന്ന ശേഷം. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞോ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താണ് ഇത്? ചില്ലറ പാർട്ടിയല്ല. ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപ്പം രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറയിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട. സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആയിരിക്കും കൊടുക്കലേട്ടാ. ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6:30 വന്നേക്ക്. സർ, ഇവിടെ ഈ പേരിൽ എൻട്രി ചെയ്തിരിക്കുന്ന മുറിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സാർ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് സാർ. അവരെ ആളുകളൊക്കെ റെസ്റ്റോറൻറ്റിലുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാലോ? കം വിത്ത് മീ. ഒരു കൊറിയർ ഉണ്ട്. സർ, ഒരു കൊറിയർ ഉണ്ട്. കൊടുത്തേക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് കണ്ടോ മാത്തച്ഛ, നമ്മൾ രണ്ടാളും. ആഹാ, ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്ന് എല്ലാവരും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. ഞാൻ ഒന്നും. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കണ്ട. ഞങ്ങൾ വെറുതെ രസംകുല്ലികളാവും. ചെറുക്കനും പെണ്ണും അവരവരുടെ ജീവിതം അവരെന്നെ നിശ്ചയിക്കട്ടെ. വാ മാത്തച്ഛ, ഒരു കാര്യം പറയാനുണ്ട്. കഴിയുമെങ്കിൽ മതി. 22 ലക്ഷം ക്യാഷായിട്ട് കൊണ്ടുവന്നതാ. പള്ളിയിലും പാർട്ടിക്കും ഡാൻസിനും ഹോട്ടലിലും കൊടുത്തപ്പോ ഒന്ന് ടൈറ്റായി. കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് TT അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4 ദിവസം അടുപ്പിച്ചൊഴിവായതില് ഞാനൊന്ന് കുടുങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ്, അതായത് വ്യാഴാഴ്ച, ഞാൻ പറഞ്ഞ തുക തന്നേക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ വേണ്ട, ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ടെന്നൊന്നും ഇപ്പൊ എഴുന്നള്ളിക്കണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകേണ്ടി വരും. ഇപ്പൊ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും, എനിക്ക് ആവശ്യമുണ്ട്. എന്താ, നീ ആനനെ വാങ്ങാൻ പോകണ്ടേ? ആന അമ്പാനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ ആദ്യ ഭാര്യ ചത്തപ്പ എന്നെ കിട്ടിയത്. അവസാനം വന്ന് കയറിയപ്പോഴല്ലേ അറിഞ്ഞത് ഒരു മത്തങ്ങയില്ലെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു മത്തങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുന്നു. എന്റെ നാക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് 1 ലക്ഷം രൂപ കിട്ടണം. എന്തിനാന്ന്? വിവാഹത്തിന് പാർട്ടിക്ക് കൊടുക്കാൻ കുറെ സാരി സ്വർണ്ണൊക്കെ വേണം. ഇല്ലെങ്കിൽ ഞാൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ നോക്കട്ടെ. പോയി ചോദിക്കും. സാർ, സാർ ഒന്നിങ്ങി വരും. KT മാത്യു എന്ന ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. കള്ളച്ചെക്ക് കേസാ. അവന്റെ ചെക്കെല്ലാം പോണേന്റെ ഇരട്ടി സ്പീഡിലാണ് മടങ്ങി വരുന്നത്. അതെയാ? ഒന്നല്ല, 8 എണ്ണമാ കേസ്. ആളെവിടെ ഉണ്ട്? ആളിവിടെ ഇല്ല. അയാളുടെ പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ. ആളുടെ പേരിൽ ഇവിടെ റൂം ഉണ്ടല്ലോ. ആള് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? കുടുംബത്തിൽ കയറ്റം കൊള്ളാത്തമാര്. അത് ശരിയാ. വന്നാ അറിയിക്കണം. 4 ആഴ്ച അവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്രയും പാടില്ല. വന്നാ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം. വേണ്ട, ഞാനിവിടെ റൂം എടുത്ത് താമസിക്കാൻ പോവാ. കൈ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. ഞാൻ അങ്ങോട്ട് അറിയിക്കാം. അല്ല, എന്താ പ്രശ്നം? എന്റെ ഒരു ബന്ധുവാ. അപ്പൊ പിന്നെ നിന്റെ അപ്പൻ ശവം എന്നൊക്കെ പറഞ്ഞത്? അതെ, അവന്റെ അപ്പന്റെ ശവടക്കിനെ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ആരുമില്ല. പിന്നെ എനിക്ക് ഇതിരി കാശ് വേണം. ഞാൻ 2 ദിവസം ഇവിടെ മുറിയെടുത്തിട്ട്. ആരെങ്കിലും ശ്രദ്ധിക്കും. നമുക്ക് രാത്രി കാണാം. എപ്പോഴും ഒളിച്ചോടുക. കാശ് കൈ കിട്ടട്ടെ.
രാത്രിയിൽ എന്നെ വിളിക്കുവോ? അങ്ങേരൊന്ന് മാറിയ ഉടനെ വിളിക്കാം. ഇവിടെ എവിടെ ആ സാധനം എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക് എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ അവർക്ക് നമ്മളോട് ഒരു ലൈൻ ഉണ്ട്. പക്ഷെ നേരിട്ടുള്ള ഡീലിങ്സാ. കെട്ടിയോന്ന് അറിയാതെയാ ഇടപാട്. രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇപ്പം വേറൊരുത്തൻ വന്ന് മുട്ടിയിട്ടുണ്ട്. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തു. അല്ല, ഇക്കടെ മറ്റേ കേസ് അവിടെ അവള് വന്ന റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരൻ പോയി. എന്തിനാ പോലീസ് വന്നേ? നിന്റെ അപ്പന് ഞാനൊരു ചെക്ക് കൊടുത്തില്ലേ, അത് തന്നെ കാര്യം. എന്റെ കയ്യിൽ 4 വെള്ളി വന്നോട്ടെ, നിന്റെ തൊന്തക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കാശ് കിട്ടിയോ? ആ ഫെർണാണ്ടസിന്റെ ഒരു ബന്ധു ഇല്ലേ, അങ്കിൾ ടോം, അങ്ങോരോട് പറഞ്ഞു ഏൽപ്പിക്കാന്ന്. നമ്മൾ തമ്മിൽ പരിചയമല്ല. ഇങ്ങനെയൊക്കെയല്ല ഓരോരുത്തരെ പരിചയപ്പെടാ. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? അങ്കിൾ അത് അങ്കിൾ എന്നോ ചേട്ടനോ എന്ത് വേണേ വിളിച്ചോ, പ്രശ്നമില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. കാശ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാം. മതി 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 മതി. എപ്പോ വരണു? എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്തായാലും ഓക്കെ, വരട്ടെ. ടോമങ്കിൾ, റൂം നമ്പർ 229. ഞാൻ പോയി വാങ്ങിച്ചോളാം. ആ. പാപ്പാ വേഗം ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വീണാനെ പന്നി. പപ്പ വീണ? വീണില്ല, കാലൊന്ന് തട്ടി. അതല്ല വീണ, അവളെ ഞാൻ കണ്ടു. അവിടെ അവളെന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നത്? എനിക്കറിയില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. ഈ കല്യാണം പൊളിക്കാനാ. പ്രേമത്തിന്റെ കൂടെ ഒരു ഗർഭവും ചേർത്ത് പറഞ്ഞാ പോരെ, കാര്യമൊക്കെ തുറഞ്ഞില്ലേ? തെളിവ് ഇഷ്ടം പോലെ അവളുടെ കയ്യിലുണ്ടല്ലോ, സമ്മാനങ്ങളും എഴുത്തൊക്കെ ആയിട്ട്. എല്ലാവരുടെയും മുമ്പിൽ കുറെ നാളെ എഴുന്നള്ളിച്ചോണ്ടല്ലേ. അപ്പനും മോനും കൂടി ഇവ ഷേവ് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ഈ പണ്ടാറത്തിനെ കണ്ടിട്ടില്ല. എങ്ങനെ ഇരിക്കും ഈ പിശാചി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചുവന്ന സാരി ബ്ലൗസ് കൊടുത്ത് ഞാൻ കണ്ടതല്ലേ. ഓ, കുരിശുകളോരൊന്ന് കല്യാണം മുടക്കാനായിട്ട് വന്ന് കയറി തുടങ്ങിയിരിക്കുക. ദേ, കാര്യം നടന്നില്ലെങ്കിൽ 10 പൈസ മെഴുതിരി ഞാൻ കത്തിക്കില്ല. കുരിശമ്മ കിടന്ന് മെഴുതിരി അത്ര നല്ല സുഖല്ലേ? ഡാൻസ് കളിക്കുന്നത്. അല്ല, കുർബാനയുടെ കാര്യം എന്തായെന്ന് അറിയാൻ. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ അല്ലേ, അതെ, നിനക്ക് ഇനി തോന്നിയതാണ്. അല്ല, ഇത് അവള് തന്നെ, എനിക്ക് ഉറപ്പാ. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. ചോപ്പ് സാരി എന്നല്ലേ പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം.